ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ മൂവിയുടെ അപ്ഡേഷനോടൊപ്പം തണ്ടർബോൾട്സ് മൂവിയുടെ റിലീസിനും ശേഷമായി ഫാൻസിന്റെ ഇടയിൽ വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ എന്നത്. പ്രധാനമായിട്ട് സെൻട്രി എന്ന ക്യാരക്ടർ തന്നെ ക്രിയേറ്റ് ആയിരിക്കുന്നത് സൂപ്പർമാന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ ഒറിജിനും പവേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സിലും കാണുവാൻ സാധിക്കുന്നു. സൂപ്പർ സ്ട്രെങ്ത്, സൂപ്പർ സ്പീഡ്, എനർജി പ്രൊജക്ഷൻ തുടങ്ങിയിട്ടുള്ള പല പവേഴ്സും ഇവർക്ക് കോമൺ ആയിട്ടുണ്ടെങ്കിൽ തന്നെയും ടെലികൈനസിസ് മുതലായിട്ടുള്ള ചില അഡീഷണൽ പവേഴ്സ് നമുക്ക് സെൻട്രിയിൽ കാണുവാൻ സാധിക്കുന്നത് തന്നെയാണ്. സൂപ്പർമാന്റെ ക്രിപ്റ്റോണൈറ്റ് വീക്ക്നെസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സെൻട്രിയുടെ ഉള്ളിലുള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന്റെ മെയിൻ വീക്ക്നെസ് ആയി വരുന്നതും. കൺട്രോൾ വിട്ടുപോകുന്ന വോയിഡ് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് തണ്ടർബോൾട്സ് മൂവിയിൽ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുമുണ്ട്. കോമിക്സ് നോക്കുകയാണെങ്കിൽ സൂപ്പർമാൻ ചെയ്തിട്ടുള്ള ഫീറ്റ്സിന്റെ 7 അയലത്ത് പോലും സെൻട്രി എത്തിയിട്ടില്ല എങ്കിൽ തന്നെയും മൂവീസിലേക്ക് വരുമ്പോൾ മില്യൺ എക്സ്പ്ലോറിംഗ് സൺസിന്റെ പവേഴ്സ് ഉള്ളതായിട്ടുള്ള സെൻട്രി സ്ട്രോങ്ങസ്റ്റ് അവഞ്ചർ എന്ന രീതിയിലാണ് മാർവൽ മാർക്കറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ജെയിംസ് ഗണ്ണിന്റെ ഈ ഒരു പുതിയ യൂണിവേഴ്സിൽ സൂപ്പർമാൻ ബിഗിനിങ് സ്റ്റേജിലാണ് എന്നതുകൊണ്ടും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഈ കറന്റ് സിറ്റുവേഷനിൽ സൂപ്പർമാനേക്കാളും പവർഫുൾ സെൻട്രി തന്നെയാണ്. എന്നാൽ വൈകാതെ തന്നെ അതിനൊരു മാറ്റം സംഭവിക്കും.